നമുക്കിന്നൊരു കോഴിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകിയെടുത്ത ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും പിന്നെ 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ കൂട്ടി ഇളക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റും പിന്നെ കൈക്ക് നല്ല പുകച്ചിലും ഉണ്ടാവുക. അതിനുശേഷം ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം സവോള എടുത്തിട്ടുണ്ട്. ഒരു ഗ്രേവി ടൈപ്പ് ആക്കാനാണ് പ്ലാന്. അപ്പോൾ അതിനുശേഷം ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഉള്ളി വറുത്തതും കൂടെ ആഡ് ചെയ്താൽ പുള്ളി ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യണം. പിന്നെ ഒന്നുകൂടി കൂട്ടി ഇളക്കിയിട്ട് ഞാൻ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കറി. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കോഴിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.